നമസ്കാരം. പ്രധാന വാർത്തകൾ. കരുവന്നൂർ കേസ്. മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ PR അരവിന്ദാക്ഷന് ഇടക്കാല ജാമ്യം. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിലെ പ്രധാന പ്രതിയും CPM നേതാവുമായ PR അരവിന്ദാക്ഷന് ഇടക്കാല ജാമ്യം. മകളുടെ വിവാഹത്തിന് 10 ദിവസത്തേക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. വിവാഹത്തിനായി ജാമ്യം നൽകുന്നതിൽ എതിർപ്പില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ അറിയിച്ചു. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതിക്ക് ഇടക്കാല ജാമ്യവും പരിഗണിക്കാനുള്ള അധികാരമുണ്ടെന്നാണ് അരവിന്ദ് കെജ്രിവാൾ കേസിലെ സുപ്രീം കോടതി വിധി. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിക്ക് ഇടക്കാല ജാമ്യം പരിഗണിക്കാൻ അധികാരമുണ്ടെന്നായിരുന്നു PR അരവിന്ദാക്ഷന്റെ അഭിഭാഷകന്റെ വാദം. ഈ വാദം അംഗീകരിച്ചാണ് ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് PR അരവിന്ദാക്ഷന് ഇടക്കാല ജാമ്യം നൽകിയത്. സഞ്ജു ടെക്കിക്ക് കനത്ത തിരിച്ചടി. വീഡിയോകൾ നീക്കം ചെയ്ത് യൂട്യൂബ്. മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ അടങ്ങിയ 8ഓളം വീഡിയോകളാണ് യൂട്യൂബ് നീക്കം ചെയ്തത്. നിയമലംഘനങ്ങൾ അടങ്ങിയ വീഡിയോകൾ നീക്കം ചെയ്യണമെന്ന് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO യൂട്യൂബിന് കത്ത് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. സഞ്ജുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് കഴിഞ്ഞ ദിവസം ആജീവനാന്തം റദ്ദാക്കിയിരുന്നു. ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. തുടർച്ചയായി ഗതാഗത നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്നാണ് നടപടിയെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിരുന്നു. നിലവിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സാമൂഹിക സേവനത്തിലാണ് സഞ്ജുവും സുഹൃത്തുക്കളും. ഇടിമിന്നലേറ്റ് 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. കൊല്ലം പുനലൂർ മണിയാറിൽ തൊഴിലുറപ്പ് തൊഴിലാളികളായ 2 സ്ത്രീകൾ ഇടിമിന്നലേറ്റ് മരിച്ചു. ഇടക്കുന്നം സ്വദേശികളായ സരോജം, രജനി എന്നിവരാണ് മരിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. 12 മണിയോടെയാണ് അപകടമുണ്ടായത്. ഉടനെ നാട്ടുകാർ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. നെഹ്റു കുടുംബം മത്സരിക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ മാറി നിൽക്കാനാകില്ല. അതിനാൽ വയനാട്ടിൽ പ്രചാരണത്തിന് ഇറങ്ങും. K മുരളീധരൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നും എന്നാൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമെന്നും K മുരളീധരൻ. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പൊതുരംഗത്ത് നിന്ന് തൽക്കാലത്തേക്ക് വിട്ടുനിൽക്കുകയാണെന്നും ഇനി മത്സരിക്കാനില്ല എന്നും K മുരളീധരൻ പറഞ്ഞിരുന്നു. എന്നാൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെയാണ് പ്രചാരണത്തിന് ഇറങ്ങുമെന്നും മാറി നിൽക്കാനാകില്ല എന്നും K മുരളീധരൻ വ്യക്തമാക്കിയത്. നെഹ്റു കുടുംബം മത്സരിക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകന് മാറി നിൽക്കാനാകില്ല. അതിനാൽ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങും. എന്നാൽ പാലക്കാട്ട് മത്സരിക്കാനില്ല. പാലക്കാട് സ്ഥാനാർത്ഥിയാകില്ല എന്ന് രമേശ് പിഷാരടി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല എന്ന് അറിയിച്ച് നടൻ രമേശ് പിഷാരടി. ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകൾക്ക് അടിസ്ഥാനമില്ല എന്നും ഉപതെരഞ്ഞെടുപ്പിൽ സജീവമായി പ്രചാരണ രംഗത്തുണ്ടാകുമെന്നും പിഷാരടി പറഞ്ഞു. സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. മത്സര രംഗത്തേക്ക് ഉടനെ ഇല്ല എന്നും തന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ശരിയല്ല എന്നും പിഷാരടി ഫേസ്ബുക്കിൽ കുറിച്ചു. പാലക്കാട്, വയനാട്, ചേലക്കര മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ശക്തമായി UDFനൊപ്പം ഉണ്ടാകുമെന്നും പിഷാരടി ഫേസ്ബുക്കിൽ കുറിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി രമേശ് പിഷാരടി മത്സരിക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് താരത്തിന്റെ വിശദീകരണം.